ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദ്യകർത്താവ് എഴുതിയിട്ടുള്ളത്. പക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പൂവൻ കോഴിയെയും ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം മയിലുമാണ്. വെള്ള പൂവൻ കോഴിയെ വളർത്തിയാൽ വീട്ടിൽ പിശാച് വരില്ലെന്നും ആ വീട്ടുകാർക്കും ചുറ്റുമുള്ള വീട്ടുകാർക്കും സിഹർ ബാധിക്കുകയില്ലെന്നും കോഴിയുടെ കൂവൽ കേട്ടാൽ നിങ്ങൾ കോഴിയെ ശപിക്കരുതെന്നും കോഴി മലക്കിനെ കണ്ടാണ്, അതിനാൽ നിങ്ങൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്ന് പ്രാർത്ഥിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി എന്നുമൊക്കെ ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേദനം ചെയ്ത ഹദീസിൽ ഉള്ളതായി ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേൾക്കാനിടയായി. ഇത് ഇസ്ലാമികമായി ശരിയാണോ എന്നാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. ഈ ഉത്തരത്തിൽ ആദ്യം ഓർമ്മപ്പെടുത്താനുള്ള ഉസ്താദന്മാരോടാണ്. ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ ആളുകൾ അതൊരു വേദവാക്യം എന്നുള്ള നിലക്ക് ഉസ്താദ് ഹക്കാണ് പറയുന്നത് എന്നുള്ള നിലക്കാണ് ശ്രവിക്കുന്നത്. ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. അപ്പോൾ ഉസ്താദന്മാർ ശ്രദ്ധിക്കേണ്ടത് അവർ പ്രസംഗിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ, ഉറുദി പറയുമ്പോൾ, വഅദ് പറയുമ്പോൾ പ്രമാണമനുസരിച്ച് പറയാൻ സാധിക്കണം. ഖുർആൻ ഓതി സഹിയ ഹദീത്തുകൾ പറഞ്ഞ് സ്വഹാബിമാർ എങ്ങനെയാണത് മനസ്സിലാക്കിയത് അതേ രൂപത്തിലാണ് അവർ ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകേണ്ടത്. ഇവിടെ ഈ പറഞ്ഞ ഹദീത്തിൽ ഉള്ളതും ഇല്ലാത്തതും കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഉള്ളത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ കോഴിയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫദ്ൽ തേടിക്കൊള്ളുക, കാരണം അത് മലക്കിനെ കണ്ടിരിക്കുന്നു എന്ന് സഹിയാണ്. നേരെ മറിച്ച് അതിൽ ആദ്യം കൊടുത്തതും ചോദ്യത്തിൻ്റെ മുഖ്യ ഭാഗവും അള്ളാഹു കോഴിയെ, വെളുത്ത പൂവൻ കോഴിയെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുക്ക് ഇഷ്ടമാണ് എന്നും മയിലിനെ ഇഷ്ടം ഇബ്ലീസിനാണ് എന്നുമുള്ള പരാമർശം. അത് സത്യത്തിൽ ഇത്തരം ചില ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് അത് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നാണ്. ഷിയാക്കളുടെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ആരാൻ ഷിയാക്കൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അത് ആദ്യകാലത്തുണ്ടായ ഇസ്ലാമിൻ്റെ ഒരു അവാന്തര വിഭാഗം. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമില്ല, ഉമറിനെ ഇഷ്ടമില്ല, ഉസ്മാനെ ഇഷ്ടമില്ല റളിയല്ലാഹു അൻഹും. സ്വഹാബിമാരിൽ നിന്ന് 2-3 ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ അവർ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോയവരാണ് എന്ന് പറഞ്ഞ് വമ്പിച്ച ആക്ഷേപം നടത്തുന്ന, അവരുടെ മേൽ ശാപപ്രാർത്ഥന നടത്തുന്ന ആളുകളാണ് ഷിയാക്കൾ. ഇറാനിലുള്ള ഷിയാക്കൾ, ഇന്ന് ഇറാനിൽ ഷിയാക്കളാണുള്ളത് ഭൂരിപക്ഷവും. ലബനാനിൽ വലിയൊരു ഷിയാക്കളാണ്. പിന്നെ യമനിലെ ഹൂത്തികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഷിയാക്കളാണ്. അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരുടെ നിലപാട് ഇതാണ്. അവരുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീസ് എന്ന പേരിൽ അവർ പറയുന്ന, എന്നാൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വരാത്ത ഒരു പരാമർശമാണ് ഇത്. ഇപ്പോൾ ചില റിപ്പോർട്ടുകളിലൊക്കെ അതേപോലെ അങ്ങനെയുള്ള പിന്നെ ഈ പൂവൻ കോഴി, വെളുത്ത പൂവൻ കോഴി അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നും അതേപോലെ മയിലിന് അത് ഇബ്ലീസിനാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നത്, അതൊക്കെ തീർത്തും അബദ്ധജടിലമായ ഷിയാ വിശ്വാസത്തിൽപ്പെട്ടാണ്. നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാരിലേക്കും അവർ ഷിയാക്കളുടെ കുറേ അബദ്ധങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കുറേ അബദ്ധങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. അത് അറിയാതെ അങ്ങ് അവരുടെ പ്രസംഗങ്ങളിലൂടെയും മറ്റും കടന്നു വരുന്നു. അത് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.